ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആംഗ്രി യങ് മാൻ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഏർലി 1950s ഇംഗ്ലണ്ടിൽ എമേർജ് ചെയ്തൊരു മൂവ്മെന്റ് ആണ് ആംഗ്രി യങ് മാൻ മൂവ്മെന്റ്. ഇറ്റ് ഇസ് എ സോഷ്യോ കൾച്ചറൽ മൂവ്മെന്റ് വിച്ച് എമേർജ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ഏർലി 1950s. ഇതിൽ മെയിൻ ആയിട്ട് ആ ഒരു ആംഗ്രി യങ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു മെൻസ് ആൻഡ് സംതിങ് റിലേറ്റഡ് ടു ആംഗർ. സോ എങ്ങനെയാണ് ദിസ് ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് ഗോട്ട് എമേർജ്ഡ് ഇൻ ഇംഗ്ലണ്ട്? ഈ 1950s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്. ആ സമയത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള വാറിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ്ങും ഇതൊക്കെ വീക്ക് ആയിരിക്കും അല്ലെ. അപ്പം ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക ആരെയാണ്? വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ. ഇനി ഒരു ക്രൈസിസ് മാത്രമല്ല, നമുക്കറിയാലേ കൊറോണ വന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്തിരിക്കുന്നത് ആരെയാണ്? അപ്പർ ക്ലാസ് പീപ്പിളിനെ അല്ല, ലോവർ മിഡിൽ ക്ലാസ് പീപ്പിളിനെയും വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയാണ് അത് എഫക്ട് ആയിരിക്കുന്നത് അല്ലെ. സാമ്പത്തികമായിട്ട് എന്ത് കാര്യത്തിലായി കഴിഞ്ഞാലും അവരെയാണ് COVID-19 ഏറ്റവും കൂടുതൽ എഫക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് വാർ ടുവിന് ശേഷം വർക്കിംഗ് ക്ലാസ് പീപ്പിളും മിഡിൽ ക്ലാസ് പീപ്പിളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതായത് അവർക്ക് പ്രോപ്പർ ഗവൺമെന്റ് ഫണ്ടിങ് കിട്ടുന്നില്ല. അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ അവർക്ക് ഭയങ്കരമായി ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താവും? ആങ്കർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അങ്ങനെയാണ് ഈ ആംഗ്രി യങ് മാൻ മൂവ്മെന്റ്സ് എമേർജ് ചെയ്യുന്നത്. ഈ ആംഗ്രി യങ് മാൻ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് ബ്രിട്ടീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് ആണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ്, ഓക്സ്ഫോർഡിൽ നിന്നൊന്നുമല്ല. ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കുന്നത് റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ്. ആൻഡ് ഈ ടേം എവിടെ നിന്നാണ് എമേർജ് ചെയ്തത്? ദിസ് ടേം ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഓട്ടോബയോഗ്രഫി ഓഫ് ലെസ്ലി പൗൾ. സോ ആരൊക്കെയാണ് റൈറ്റേഴ്സ്? ആംഗ്രി യങ് മാൻ മൂവ്മെന്റ്സിൽ വരുന്ന റൈറ്റേഴ്സ്. നമ്മളിപ്പം തിയേറ്റർ ഓഫ് അബ്സേർഡ് ഡ്രാമനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുന്നത് ഏറ്റവും നമുക്ക് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആരെയാണ്? സാമുൽ ബെക്കറ്റിനെയാണ് അല്ലെ. സാമുൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ. അതുപോലെയാണ് ഈ ആംഗ്രി യങ് മാൻ മൂവ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ ഫസ്റ്റ് നമ്മൾ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ഒബ്സോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ആണ്. 1956 അത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്ന റൈറ്റേഴ്സ് ആണ് ജോൺ വെയിൻ, ഹറി ഓൺ ഡൗൺ ഇൻ 1953, കിങ്സ്ലി ആമിസ്, ലക്കി ജിം ഇൻ 1954. അതൊരു ഇമ്പോർട്ടന്റ് ബുക്ക് ആണ്. കിങ്സ്ലിയുടെ ലക്കി ജിം ഇസ് എ ക്യാരക്ടർ ഹു ഇസ് ഷോയിങ് സോ മച്ച് ആങ്കർ. ഓക്കെ. ആൻഡ് ജോൺ ബ്രെയിൻ. ഓക്കെ, ജോൺ ബ്രെയിനും കൺഫ്യൂഷൻ ആവരുത്. ജോൺ ബ്രെയിൻ, റൂട്ട് അറ്റ് ദ ടോപ്പ് 1957. അലൻ സിൽട്ടോ, Saturday Night and Sunday Morning in 1958. Bernard Corps, The Hamlet of Stephen Green in 1956. Arlott Wesker, Chicken Soup with Barley in 1958. Okay, ഇതൊക്കെയാണ് ഇവരെ ഈ വർക്ക്സും ഈ റൈറ്റേഴ്സും ആണ് ഈ ആംഗ്രി യങ് മാൻ മൂവ്മെന്റിൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ആംഗ്രി യങ് മാൻ മൂവ്മെന്റ്. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് ആൻഡ് ദ മെയിൻ റൈറ്റേഴ്സ് ആൻഡ് ദ വർക്ക്സ്. Okay, so this is all about today's video. Hope you'll understand my video. Let's come with another video next time. Thank you.